ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധവും പാവനവുമായ നാമം നമ്മിൽ കൂടെ മഹത്വപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ ദൈവിക വചന ധ്യാനം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് സഹായിക്കട്ടെ. നമ്മുടെ ബലഹീനതകളിൽ ബലം പകരട്ടെ, നമ്മളെ ശുദ്ധീകരിക്കട്ടെ. പിതാവിൻ്റെ ഹിതമൊക്കെയും നിർവഹിക്കുവാൻ തക്കവണ്ണം നമ്മളെ പ്രാപ്തരാക്കി തീർക്കട്ടെ. ആത്മാവും പ്രാണനും ദേഹവും ശുദ്ധീകരണത്തിൽ അനന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം നമ്മളെ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപകളെ നമുക്ക് ഓർക്കാം. ദൈവം മനുഷ്യരോട് ചെയ്ത നിയമവും വാഗ്ദത്വവും സത്യവുമെല്ലാം, അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. 105-ാം സങ്കീർത്തനം അതിൻ്റെ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അബ്രഹാമിനോട് ചെയ്ത നിയമം, ഇസാക്കിനോട് ചെയ്ത സത്യം, അത് യാക്കോബിനൊരു ചട്ടമായിട്ട് ഇസ്രായേലിൻ്റെ ഒരു നിത്യ നിയമമായിട്ട് നിയമിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇന്നും ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവർ തള്ളിയെങ്കിലും ദൈവം അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. അല്പസമയത്തേക്ക് തൻ്റെ മുഖം മറച്ചുവെങ്കിലും അവരെ വീണ്ടും കൈക്കൊള്ളും. പക്ഷെ ആ അവസരത്തിൽ നമ്മളെ അവൻ എന്നേക്കുമായി വീണ്ടെടുക്കാനുള്ള ഒരു സമയമായി, കൃപയുടെ കാലമായി അത് ദൈവം ബോധിച്ചു. അപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമുക്കും രക്ഷ നേടുവാനായിട്ട്, നിത്യരക്ഷ, അവർക്ക് നിത്യനിയമമാണെങ്കിൽ നമുക്ക് നിത്യരക്ഷയുടെ കാരണബോധനായി തീർന്ന കർത്താവായ യേശുക്രിസ്തു. നിത്യജീവൻ, നിത്യരക്ഷ, ഇതെല്ലാം നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്ന വാക്കുകളാണ്. ദൈവത്തിൻ്റെ ഇതെല്ലാം ഇറ്റേണലാണ്, എവർലാസ്റ്റിംഗ്, നശിച്ചു പോകാത്ത, നിലനിൽക്കുന്ന അതാണ്. ലോകത്തിലെ എല്ലാം നശ്വരമാണ്, പെരീഷബിളാണ്, എല്ലാം ഷോർട്ട്ലിയാണ്, ടിമിഡ്, ക്ഷണനേരം കൊണ്ട് നീങ്ങിപ്പോകുന്നതാണ് എല്ലാം. ലോകത്തിലെന്തുമാകട്ടെ, നമ്മുടെ ആയുസ് പോലും ദൈവകരങ്ങളിൽ സമർപ്പിതമായിരിക്കണം, സുരക്ഷിതമായിരിക്കണം. ഈ നാളുകളൊക്കെ കേൾക്കുന്ന ഓരോ വാർത്തകൾ വളരെ യങ്സ്റ്റേഴ്സായിട്ടുള്ളവരെല്ലാം, ചെറുപ്പത്തിൽ കുറവുള്ളവരും എല്ലാം പെട്ടെന്നാണ് പെടുമരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപകടങ്ങളിൽ കൂടെയും അതുമാന്തരം രോഗങ്ങളിൽ കൂടെയും എല്ലാം അങ്ങനെ സംഭവിക്കുമ്പോൾ നാം ദൈവത്തിൽ പ്രത്യാശയുള്ളവരാണ്. നമ്മുടെ ജീവനെ ദൈവത്തിൽ ഫലമേൽപ്പിച്ചാൽ അത് ദൈവകരങ്ങളിൽ സുരക്ഷിതമായിരിക്കും. ദൈവം അതിനെ സംരക്ഷിക്കും. കാരണം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ജീവിതത്തെ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. മോശ ഇസ്രായേൽ ജനത്തെ നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, ജീവൻ്റെ വഴിയും മരണത്തിൻ്റെ വഴിയും രണ്ട് നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. എന്നിട്ട് മോശ ഒരു അഡ്വൈസ് ചെയ്യുന്നുണ്ട്, ജീവൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് എന്ന് മോശ ഒരു അഡ്വൈസ് ചേർത്ത് നൽകുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ അഡ്വൈസാണ് പലപ്പോഴും നമുക്ക് കിട്ടുന്ന പ്രബോധനങ്ങളെല്ലാം. സ്വാതന്ത്ര്യം എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. യു ക്യാൻ ചൂസ് യുവർ ഓൺ വേ, നിനക്ക് നിൻ്റേതായ വഴി തിരഞ്ഞെടുക്കാം. പക്ഷെ ദൈവം ഒരു ആലോചന പറഞ്ഞു തരികയാണ്, ഇതാ മകനെയാണ് നല്ലത്, ഇതാണ് മകളെ നല്ലത്. എപ്പോഴും ദൈവശബ്ദത്തിന് നമ്മൾ കീഴ്പ്പെട്ട് ലോകത്തിൻ്റെ ശബ്ദം ദൈവിക ശബ്ദത്തെ അതിലംഘിക്കാതെ ഓവർലാപ്പ്, അതിനെ അതിര് കടക്കാതെ നമ്മളെപ്പോഴും ദൈവിക ശബ്ദത്തിന് കീഴ്പ്പെട്ടും അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിരന്തരം നമ്മൾ ദൈവത്തിന് വിധേയപ്പെട്ടും ഇരിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അത് ഇറ്റ്സ് ഗ്യാരണ്ടീഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. ആ ദൈവകാര്യങ്ങളിൽ അത് സുരക്ഷിതമാണ്. കാരണം ദൈവത്തിന് സ്വാതന്ത്ര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. നാം ദൈവത്തെ ചോദ്യം ചെയ്യുകയില്ല, ദൈവം എന്താ ഇങ്ങനെ ചെയ്തതെന്ന്. വിട്ടുകൊടുത്ത ജീവിതങ്ങളാണോ ദൈവം അത് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമായിട്ട് മുമ്പോട്ട് നയിക്കുക തന്നെ ചെയ്യും. ഇവിടെ നമ്മൾ കാണുകയാണ്, ആ ഇസ്രായേലിന്, അബ്രഹാമിന് തുടർന്ന് എന്ത് ലഭിക്കുന്നുവെന്ന് 105-ാം സങ്കീർത്തനം 11 വാക്യങ്ങൾ നമ്മൾ കാണുകയാണ്. നിന്റെ അവകാശത്തിൻ്റെ ഓഹരിയായി ഞാൻ നിനക്ക് കനാൻ ദേശം തരുമെന്ന് അരുളി ചെയ്തു. അവർ അന്ന് എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും അവിടെ പരദേശികളുമായിരുന്നു. അവർ ഒരു ജാതിയെ വിട്ട് മറ്റൊരു ജാതിയുടെ അടുക്കിലേക്കും ഒരു രാജ്യത്തെ വിട്ട് മറ്റൊരു ജനത്തിൻ്റെ അടുക്കിലേക്കും പോകും. അവരെ പീഡിപ്പിക്കുവാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. അവരുടെ നിമിത്തം രാജാക്കന്മാരെ ശാസിച്ചു. എൻ്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ചില വാഗ്ദത്തങ്ങൾ ഇവിടെ കാണുക. ഒന്നാമത് നമുക്ക് കാണുന്നത് നമ്മുടെ ഷെയർ എന്ന് പറയുന്നത്, നമ്മുടെ അവകാശത്തിൻ്റെ ഓഹരി എന്ന് പറയുന്നത്, അത് ഞാൻ നിനക്ക് കനാൻ ദേശം തരുമെന്നല്ല ചെയ്തു. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് നമുക്ക് എന്താണ് തരുന്നത്? കനാൻ ദേശമാണെന്ന്. അബ്രഹാമിന് കനാൻ ദേശം ദൈവം വാഗ്ദത്തം ചെയ്തു.
പക്ഷെ പുതിയ നിയമ സഭയ്ക്ക് എന്താണ് തരുന്നതെന്ന് ചോദിച്ചാൽ ആ ദൈവരാജ്യമാണ്, നിത്യതയാണ്, ദൈവത്തോടു കൂടിയുള്ള വാസമാണ്. അതാണ് നമ്മുടെ ദേശം. നമ്മൾ ചെല്ലുവാനുള്ള ഒരു ദേശമുണ്ട്. ഇവിടെ നമ്മൾ അന്യരും പരദേശികളുമാണ്, സ്വന്തം ദേശം ഇതല്ല. ഫിലിപ്പിയ ലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം പ്രത്യാശയോടെ കാത്തിരിക്കുന്നുവെന്ന്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിക്കുവീൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃപ്രകാരം നടക്കുന്നവരെയും കുറികൊള്ളുവീൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്നിപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. പൗലോസ് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു കാര്യം എന്താ പറയുക, അവരുടെ അവസാന നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതിൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇവിടെ പറയുകയാണ്, അപ്പോൾ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്, പക്ഷേ നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. എന്നാൽ ഇതിനെതിരായിട്ടുള്ള ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നവർ അവിടെ പറയുന്നൊരു വാക്കുണ്ടോ, അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ് എന്ന് പറഞ്ഞാൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഇത് മാത്രമാണ് അവരുടെ മുമ്പിലുള്ളൂ. ഈ ലോകത്തെ ആനന്ദങ്ങൾ, ലോകത്തിൻ്റെ ജഡികമായ സുഖങ്ങൾ, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അത്ര ഈ ലൗകിക ചിന്തകൾ കൊണ്ട് അവർ നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഒരു ദൈവഭക്തനോ അവനെപ്പോഴും ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ദൈവീയതയെക്കുറിച്ചും അവൻ്റെ നിത്യതയെക്കുറിച്ചുമൊക്കെയാണ് ചിന്തിക്കുന്നത്. ഈ ഒരു ബോധത്തിൽ നമ്മൾ ജീവിച്ചാൽ വെന്നവർ എപ്പോഴാണെങ്കിലും നമ്മൾ ഈ ലോകം വിട്ടുപോയാൽ മരണമെന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു വിശ്വാസിക്ക്, ഒരു സത്യഭക്തന് അതൊരിക്കലും നഷ്ടമല്ല, ലാഭമാണ്. അതാ പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമെന്ന് പറയുന്നത്. ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ യേശുവിന് വേണ്ടി ജീവിക്കുന്നു, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു. മരിക്കുന്നത് എനിക്ക് ലാഭമാണ്. കാരണം ഹയ്യർ പോസ്റ്റിലേക്ക്, ഒരു ഹയ്യർ ഒരു പ്ലേസ്, ഒരു മനോഹര ദേശത്തേക്ക് ഞാൻ കടന്നു പോവുകയാണ്. അല്ലേ, ഒരു ജോലിയിൽ ഉയർവ് കിട്ടുമ്പോൾ സന്തോഷിക്കാത്തതായിട്ട് ആരുണ്ട്? ഒരു ജോലിയിൽ പ്രൊമോഷൻ കിട്ടുമ്പോൾ ആരുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപ്ഗ്രേഡാണ്, അത് പുതിയ ദേശമാണ്, നമ്മളുടെ വാഗ്ദത്ത ദേശത്തേക്ക് നമ്മൾ പോവുകയാണ്. ശരീരത്തിൽ ശേഷിക്കുന്നവർക്ക് ദുഃഖമൊക്കെ കാണും, ഈ ലോകത്തിലുള്ളവർക്ക്, ശരിയാണ്, അത് ദൈവം അത് നോക്കിയുള്ളൂ. പക്ഷേ നമ്മളെപ്പോഴും ക്രിസ്തുവിലാണെങ്കിൽ വി ആർ ഗ്യാരണ്ടി, നമ്മളുടെ ജീവിതം സുരക്ഷിതമാണ്. അതാണ് ഇവിടെ പറയുന്നത്. സങ്കീർത്തനം 16 വരുമ്പോൾ ഈ കനാൻ ദേശം ഏതാണെന്ന് അവിടെ പറയുന്നുണ്ട്. 5-ാമത്തെ വാക്യം 16, സങ്കീർത്തനം 16:5, എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു, എൻ്റെ ഷെയർ, എൻ്റെ ഓഹരി എന്ന് പറയുന്നത് ദൈവമാണ്. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു, എൻ്റെ ഷെയർ ദൈവം അത് സൂക്ഷിക്കുന്നു. അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതേ എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചെന്ന് യഹോവയെ ഞാൻ വാഴ്ത്തും, രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗവിനെ ഉപദേശിക്കുന്നു. അപ്പോൾ അളവ് നൂൽ, പണ്ടത്തെ കാലത്തൊക്കെ അളന്നാണ്, നൂല് വെച്ച് അളന്നാണ് കൊടുത്തിരുന്നത്. ആ ഒരു വെച്ചാണ്. ഇന്ന് ഓരോ ടെക്നിക്കൽ പുതിയത് വന്നു, അതിനൊക്കെ സർവേയിങ് പല രീതികളിൽ നിന്ന് ഉപയോഗിക്കുന്നുണ്ട്. സർവേ ചെയ്യുന്നതിനൊക്കെ ക്യാമറ പോലത്തെ അങ്ങനത്തെ പലതുമൊക്കെ ഉപയോഗിച്ച് മെഷർമെൻറ്റൊക്കെ അതിൽ തന്നെ, ഈ ആൻഡ്രോയിഡ് ആപ്പിലൊക്കെ ഇങ്ങനെ ഉണ്ട് മെഷർമെൻറ്റൊക്കെ, അതിനകത്ത് തന്നെ അളക്കുന്ന രീതിയിൽ തന്നെയൊക്കെ ഉണ്ട്. പക്ഷേ അതല്ല നമ്മുടെ വിഷയം. ഇവിടെ നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു പറയുന്നത്, അതാണ് സ്വർഗീയ കനാൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ വാഗ്ദത്തം കിട്ടിയ അബ്രഹാം പോലും ഈ ഭൗമികമായ വാഗ്ദത്തത്തിന് വേണ്ടിയല്ല ജീവിച്ച്. അബ്രഹാം ദേശം കൊടുക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. പക്ഷേ അപ്പോഴും അതല്ലായിരുന്നു നിത്യമായ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ട്. 11:8 വിശ്വാസത്താൽ അവൻ, 9-ാമത്തെ വാക്യം 11:9, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്ത ദേശത്ത് ചെന്ന് വാഗ്ദത്തത്തിന് കൂടവകാശമുള്ള ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്, ടെൻറ്റ്, ഇറ്റ്സ് നോട്ട് പെർമനൻറ്റ്, കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ അവിടെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരം, അതാണ് സ്വർഗരാജ്യം, ദൈവരാജ്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടി അവർ കാത്തിരുന്നത്. ഇവിടെ പ്രോമിസ് ലാൻഡൊക്കെ കിട്ടി അവർക്ക്, കനാൻ.
എന്നാൽ അവിടെ പാർക്കുമ്പോഴും ഒരു വാക്തത്വം, നിത്യവാക്തത്വം എന്ന് പറയുന്ന നശിച്ചു പോകാത്ത അവകാശം എന്ന് പറയുന്നത് ദൈവരാജ്യമാണെന്ന് അവർക്ക് മനസ്സിലായി. അതിനുവേണ്ടിയാണ് അവർ കാത്തിരുന്നതായിട്ട് അവിടെ കാണുന്നത്. അതിവിടെ പറയുകയാണ്. പക്ഷേ അതിനകത്ത് 12-ാമത്തെ വാക്യം നമുക്ക് സങ്കീർത്തനം 105 മടങ്ങി വരാം. 12-ാമത്തെ വാക്യത്തിൽ പറയുന്ന അവർ എന്ന എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും അവിടെ പരദേശികളുമായിരുന്നു. നമ്മളെപ്പോഴും ചിന്തിക്കണം, ദൈവവിശ്വാസത്തിലേക്ക് വരുന്നവർ ബഹുശതം പേരല്ല, അനവധിയല്ല. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമാണ്, അതിൽ കൂടെ ഞെരുക്കമുള്ളതാണ്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്, അതിൽ കടക്കുന്നവർ ചുരുക്കമാണെന്ന് പറയുന്നത്. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലമാണ്, വഴി വിശാലമാണ്, അതിൽ കൂടെ കടക്കുന്നവർ അനേകരാണെന്ന് പറയുന്നത്. നാശത്തിലേക്ക് പോകുന്നതിന് ഒരു ജീവിതം ക്രമങ്ങളൊന്നും വേണ്ട. കുത്തൊഴിഞ്ഞ ജീവിതം എങ്ങനെ ജീവിച്ചാൽ മതി, നന്നായിട്ട് ജീവിക്കാതിരുന്നാൽ മതി. അതായത് ഈ ജീവൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കാതിരുന്നാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി എങ്ങോട്ടാകുമെന്ന് 2 വഴിയേ ഉള്ളൂ. ജീവൻ്റെ മാർഗം, നാശത്തിൻ്റെ മാർഗം. നാശത്തിൻ്റെ മാർഗത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ ജീവൻ്റെ വഴിയിൽ കൂടെ സഞ്ചരിക്കുക. പക്ഷേ ഇവിടെ പറയുകയാണ് എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും. എണ്ണം നോക്കിയാൽ വളരെ ചുരുക്കമാണ് ഭക്തന്മാരുടെ എണ്ണം. അതാണ് ദാവീദ് കരയുന്നുണ്ട്, യഹോവയെ നോക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. മനുഷ്യപുത്രന്മാരിൽ ദൈവഭക്തരുടെ എണ്ണം കുറയുന്നു എന്നാണ് പറയുന്നത്. വിശ്വസ്തന്മാരുടെ എണ്ണം കുറയുന്നു. പക്ഷേ അവർക്ക് എന്താ ദൈവം പ്രോമിസ് ചെയ്യുന്നത്? അവർ എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും അവിടെ പരദേശികളുമായിരുന്നു. എക്സൈൽസ് എന്ന് പറയും. അതായത് ഫോറിൻ ദേശത്തേക്ക് പോകുന്നവർ അവരവിടെയൊന്നും കെട്ടിപ്പൊക്കാറില്ല. അവർ എല്ലാം സ്വന്തം ദേശത്താണ് എല്ലാം സ്വരൂപിക്കുവാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരു സ്വന്തം ദേശമുണ്ടെന്ന്. അവർ ഒരു ജാതി വിട്ട് മറ്റൊരു ജാതിയുടെ അടുക്കിലേക്കും ഒരു രാജ്യത്ത് വിട്ട് മറ്റൊരു ജനത്തിൻ്റെ അടുക്കിലേക്കും പോകും. അവരെ പീഡിപ്പിക്കുവാൻ അവർ ആരെയും സമ്മതിച്ചില്ല. അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു, എൻ്റെ അഭിഷിക്തന്മാരെ തുടരുത്, എൻ്റെ പ്രവാചകന്മാർക്കൊരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ ആൾ ചുരുങ്ങിയവരും എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരുമായിരുന്നു. പക്ഷെ അവരെക്കുറിച്ച് പറയുകയാണ്, അവരൊരു ജാതിയുടെ വിട്ട് മറ്റൊരു ജാതിയിലേക്ക് പോകും. അവരുടെ യാത്രയിൽ അവർ തൊടുവാൻ ആരെയും സമ്മതിച്ചില്ല. അതാണ് പറയുന്നത് ഗ്യാരണ്ടി, അതാണ് പ്രോമിസസ്. ദൈവം നമ്മളെ സൂക്ഷിക്കും, ദൈവകരങ്ങളിൽ സുരക്ഷിതമായിരിക്കും. ശത്രുവിന് നമ്മളെ തൊടാനായിട്ട് സാധിക്കില്ല. നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു എന്നാണ് പറയുന്നത്. ഐബോൾസ് എന്ന് പറയും, കൃഷ്ണമണിയെ തൊടുന്നു എന്നാണ് പറയുന്നത്. ഒരു കണ്ണിൻ്റെ കൃഷ്ണമണി എങ്ങനെ തൊടാൻ പറ്റും? ആരെങ്കിലും തൊടാൻ നമ്മൾ അപ്പോഴേ കണ്ണടയ്ക്കത്തില്ലേ, അല്ലേ? സുരക്ഷിതമായിട്ട് ലെയറുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പൈതങ്ങളെ തൊടാൻ ആർക്കും സമ്മതിക്കും. ദൈവം അനുവദിക്കാതെ ആർക്കും തൊടാൻ പറ്റും. യോബിൻ്റെ ജീവിതത്തിൽ പോലും ദൈവം അനുവദിക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ കരം കൂടെ ഇരിക്കുക, ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കുക. പരിശോധനകളും പരിശീലനങ്ങളും ഒക്കെ നമ്മൾ കടത്തുവിട്ടെന്ന് വരാം. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ശത്രുവിനൊന്നും നമ്മളെ ചെയ്യാൻ പറ്റത്തില്ല. അതിൽ കൂടെയൊക്കെ ജയം വരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തിൽ ചാരുമ്പോൾ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട്. അതാണ് ദൈവത്തിൻ്റെ പ്രോമിസ്. നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകില്ല. തീ എന്ന് പറഞ്ഞ ടെസ്റ്റിംഗ് ആണ്. തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകുകയില്ല. നദികൾ കൂടെ കിടക്കുമ്പോൾ അത് നിന്നെ മുക്കി കളയുകയുമില്ല. ദൈവം നമ്മളോട് കൂടെ ഇരിക്കും, നമ്മൾ വഴി നടത്തും. അപ്പോൾ ഇവിടെ പറയാണ്, എൻ്റെ അഭിഷിക്തന്മാരെ തുടരുത്, എൻ്റെ പ്രവാചകന്മാർക്കൊരു ദോഷവും ചേരുമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരായി എന്ന് പറഞ്ഞാൽ അഭിഷേകം പ്രാപിച്ചവരായി. പഴയ നിയമം അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിനെ നോക്കുകയാണെങ്കിൽ അവർക്കൊരു വിശുദ്ധ വസ്ത്രങ്ങളൊന്നുമില്ല. മോശയ്ക്കും അഹ്റോനും ഒക്കെ ലഭിച്ചതുപോലെ അഭിഷേകം അങ്ങനെയൊന്നും കാണുന്നില്ല. പക്ഷേ അവർ അഭിഷിക്തന്മാരായിരുന്നു. അതാണ് ദൈവഭക്തരുടെ ജീവിതം, വിശ്വാസ ജീവിതം. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണെന്ന്. ആ അഭിഷേകത്താൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മളെ തൊടാൻ ഒരു ദുഷ്ടന് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ കൃപ നമ്മളെ ചുറ്റിക്കൊള്ളും. അനേക സാക്ഷ്യങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു നാൾ പറയാൻ സാധിക്കും. ദൈവം കൃപ ചെയ്യട്ടെ. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ കരുതലിലും കാവലിലും നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. നമ്മുടെ സ്വന്തം വഴിയെല്ലാം നമുക്ക് വിട്ടുകളയാം, സ്വന്തം ഹിതമെല്ലാം വിട്ടുകളയാം. ദൈവഹിതത്തിന് സമ്പൂർണ്ണ പെർഫെക്റ്റ്. ദൈവത്തിൻ്റെ ഹിതം നമ്മളെക്കുറിച്ചുള്ള പെർഫെക്റ്റ് ആണത്. നല്ല ഇഷ്ടമാണ് ദൈവത്തിന്. ആ സൃഷ്ടാവിൻ്റെ ഇഷ്ടത്തിന് നമ്മളത്തിന് വിട്ടുകൊടുക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സഖീപിതാവേ, നിൻ്റെ കൈ ഞങ്ങളെ മനഞ്ഞു, ഞങ്ങൾ നിനക്കുള്ളവരാണ് എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനാൽ പുത്രൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ തിരുരക്തം ചിന്തി ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ ഞങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് തിരുവെടുത്ത് ഞങ്ങൾ പഠിപ്പിക്കുന്നപ്പാ, ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് തരുന്നു. ആത്മദേഹി ദേഹത്തെ മുഴുവനായ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭാവിയും ഞങ്ങളുടെ ജീവിതങ്ങളൊക്കെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാവർക്കും കൂടെ തിരുനാമകത്വപ്പെടുത്തണമേ. തന്നല്ല കൃപകൾക്കായി സ്തുതി. ഇന്ന് നിൽക്കുന്ന ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിന് മഹത്വത്തിനായി തന്നെ ആമേൻ.